മൊണാർക്കി അബോളിഷ് ചെയ്തു, രാജഭരണം തുടർന്ന് അവിടെ അബോളിഷ് ചെയ്യപ്പെട്ടു, നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു, നിരോധിക്കപ്പെട്ടു. ജനാധിപത്യത്തിൻ്റെ കാലത്ത് നേപ്പാളിൽ സംഭവിച്ചത് മറ്റൊന്നുകൂടിയാണ്. അഴിമതി വ്യാപകമായി, സ്വജനപക്ഷപാതിത്വം വ്യാപകമായി. ജനങ്ങളുടെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത പാർലമെന്റ് ജനങ്ങൾ തന്നെ തീവയ്ക്കുന്ന അഭൂതപൂർവമായ രംഗങ്ങൾക്ക് കാഠ്മണ്ഡു സാക്ഷിയായ ആഴ്ചയാണ് കടന്നു പോകുന്നത്. ഈ നൂറ്റാണ്ട് പിറക്കുമ്പോൾ ഈ ഭൂമുഖത്തെ ഒരേ ഒരു ഹിന്ദു രാഷ്ട്രം നേപ്പാളായിരുന്നു. എന്ന് വെച്ചാൽ ഹിന്ദു രാജാവ് ഭരിക്കുന്ന ഏക രാഷ്ട്രം. ആ നേപ്പാൾ 2008 രാജഭരണം അവസാനിപ്പിച്ച റിപ്പബ്ലിക്കായി. ഒരു ഫെഡറൽ ഗവൺമെൻറ് അവിടെ നിലവിൽ വന്നു. അങ്ങനെ ഒരു മതേതര ജനാധിപത്യമായി നിൽക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം നേപ്പാളിൽ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുകയും പാർട്ടി വ്യത്യാസമില്ലാതെ നേതാക്കളും പാർട്ടി ഓഫീസുകളും ഒക്കെ ആക്രമിക്കപ്പെടുകയും അവിടെ ഒരു പുതിയ ഭരണ സംവിധാനം വരികയും ചെയ്തത്. ഹിന്ദു രാഷ്ട്രമായിരുന്ന നേപ്പാൾ പിന്നീട് ഒരു മതേതര റിപ്പബ്ലിക് ആയതിനു ശേഷം വീണ്ടും പഴയ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് മടങ്ങിപ്പോകുമോ? കൗതുകകരമായ ഒരു ചോദ്യമാണ്. നമുക്കതിൻ്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിച്ചാൽ, നേപ്പാൾ രാജവംശത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ലിച്ചാവി രാജവംശത്തിൻ്റെ കാലത്താണ് നേപ്പാൾ സംസ്കാരം ആധുനികമാകുന്നത്. മാനദേവൻ ഒന്നാമൻ രാജാവൊക്കെ ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് ഹിന്ദുയിസവും ബുദ്ധിസവും ഒക്കെ നേപ്പാളിൽ പ്രാമുഖ്യം നേടുന്നത്. ബുദ്ധൻ ജനിച്ച ലുംബിനി നേപ്പാളിലാണ് കേട്ടോ. അശോകൻ ഭരിക്കുന്ന കാലത്ത്, ഗുപ്ത രാജവംശത്തിൻ്റെ കാലത്ത് അശോകൻ ലുംബിനിയിലും കാഠ്മണ്ഡുവിലുമൊക്കെ സന്ദർശനം നടത്തുകയും അവിടെ സ്മാരകങ്ങൾ പണിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗുപ്തകാലത്ത് അതിൻ്റെ ഒരു സ്വാധീനം നേപ്പാളി രാജഭരണ സംവിധാനങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് പല കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങളായി പിരിഞ്ഞു. പിന്നീട് അത് കുറെ കൂടി ശക്തമായൊരു സാമ്രാജ്യമായി അല്ലെങ്കിൽ ശക്തമായൊരു രാജ്യമായി വന്നത് മല്ല രാജവംശത്തിൻ്റെ കാലത്താണ്. ആ കാലഘട്ടത്തിലാണ് ഈ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയൊക്കെ ശക്തിപ്പെടുകയും ഒരു നമുക്കൊരു ഹിന്ദുത്വ സമാനമായ ഒരു സാംസ്കാരിക പശ്ചാത്തലം രൂപപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പോൾ മുഗൾ ഭരണകാലത്ത് പല ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ഉപരിവർഗത്തിൽപ്പെട്ട അപ്പർ കാസ്റ്റ് ഹിന്ദുക്കൾ പലരും നേപ്പാളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്ന് പോലും പറയാറുണ്ട്. ആ നിലയ്ക്ക് ഒരു ഹിന്ദു ജീവിത സംസ്കാരം നിലനിന്നിരുന്ന രാജ്യമായിരുന്നു നേപ്പാൾ. ആ നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം 1768ആണ്. 1768 പൃഥ്വിനാരായൺ ഷാ കീർത്തിപ്പൂർ യുദ്ധമടക്കം ജയിച്ച് പലതായി കിടന്നിരുന്ന നേപ്പാളിനെ ഒരുമിപ്പിക്കുകയും നേപ്പാൾ സാമ്രാജ്യം ഉണ്ടാക്കുകയും ചെയ്തത്. അത് ആണ് ഇപ്പോഴത്തെ 240 വർഷത്തിലധികം പഴക്കമുള്ള ഷാ രാജവംശത്തിൻ്റെ, ഗോർഖ രാജവംശത്തിൻ്റെ സ്ഥാപനം നടക്കുന്നത് പൃഥ്വിനാരായൺ ഷാ വഴിയാണ്. പൃഥ്വിനാരായൺ ഷായുടെ ഷാ രാജവംശം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ കീഴടക്കി. ഇടയ്ക്ക് ചൈനയുമായിട്ട് ഒരു യുദ്ധം, സിനോ നേപ്പാൾ വാറുണ്ടായി. 1814 16 ഇടയ്ക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നേപ്പാളും തമ്മിൽ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ നേപ്പാളിന് തിരിച്ചടി ഉണ്ടായി. ചില ഭാഗങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായി. പക്ഷേ നേപ്പാൾ കീഴടക്കാനോ നേപ്പാളിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കാനോ ശ്രമിച്ചിട്ടില്ല. പിന്നീട് അങ്ങോട്ടുള്ള കാലത്തും ബ്രിട്ടൻ, ഒരു കാലത്തും ബ്രിട്ടൻ്റെ കോളനി ഭരണത്തിൽ ഉണ്ടാകാതിരുന്ന ഒരു ഇടമാണ് നേപ്പാൾ. ഒരിക്കലും ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് അനുകൂല ഭരണക്രമമാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അനുകൂല ഭരണ സംവിധാനമാണ് അവിടെ ഉണ്ടാവുന്നത് എന്നുള്ളത് ബ്രിട്ടൻ ഉറപ്പാക്കിയിരുന്നു എന്ന് മാത്രം. 1816 ഒരു സന്ധി ഉണ്ടാവുന്നു. നേപ്പാളിൻ്റെ അവകാശങ്ങൾ ബ്രിട്ടൻ വകവെച്ചു കൊടുക്കുന്നു. 1846 പക്ഷേ ഈ ഷായുടെ രാജഭരണത്തിന് വലിയ ഒരു തിരിച്ചടി ഏൽക്കുന്നുണ്ട്. അവിടെ ഒരു പുതിയ ഭരണവർഗം ഉയർന്നു വരുന്നുണ്ട്, റാണാമാർ. ആ മുന്നേറ്റത്തിൽ ഷാ രാജവംശത്തെ സംബന്ധിച്ച് അവരുടെ രാജഭരണം നിലനിൽക്കുന്നുണ്ട് എങ്കിലും പരിമിതമായ അധികാരം മാത്രമുള്ള ഒരു രാജഭരണമായി നിൽക്കുകയാണ്. ആ കാലത്തിൽ 1856-57 കാലഘട്ടത്തിൽ ശിപ്പായി ലഹള നടക്കുമ്പോൾ ആ ലഹളയെ അടിച്ചമർത്താൻ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ അടിച്ചമർത്താൻ ബ്രിട്ടന് അന്നത്തെ റാണ ഭരണകൂടം വലിയ സഹായം നൽകുന്നു കൂടിയുണ്ട്. അങ്ങനെ പിന്നീട് 1920കളിൽ നേപ്പാൾ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്ന് ബ്രിട്ടൻ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ സാംസ്കാരികമായ തുടർച്ച നടക്കുന്നുണ്ട്. 1919 മാത്രമാണ് നേപ്പാളിൽ സതി നിരോധിക്കപ്പെടുന്നത്. നേപ്പാളിനെ സംബന്ധിച്ച് നേപ്പാളിലെ ഈ ജനാധിപത്യ ശ്രമങ്ങൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളോട് ചേർന്നാണ്. അവിടെ പ്രജാപരിഷത്തും മറ്റുമൊക്കെ രൂപം കൊള്ളുന്നു. റാണാ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധം ഉണ്ടാവുന്നു. ആ കാലഘട്ടത്തിൽ നേപ്പാളി കോൺഗ്രസ് ഉണ്ടാവുന്നത്, നേപ്പാളി നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ BP കൊയ്രാളിയുടെയും GP കൊയ്രാളിയുടെയും ഒക്കെ നേപ്പാളി കോൺഗ്രസ് ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നേപ്പാളിൽ ഉണ്ടാവുന്നത് വഴിയാണ് നേപ്പാളിലെ ഈ ജനാധിപത്യ പരിശ്രമങ്ങളൊക്കെ
നടക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ബ്രിട്ടൻ ഇന്ത്യ വിട്ടതോടുകൂടി അവിടെ റാണ ഭരണകൂടത്തിലെ പിടി ഒന്ന് അയയുകയും അന്ന് രാജാവായിരുന്ന ത്രിഭുവൻ ഈ ഭരണത്തിനെതിരെ ശക്തമായൊരു നിലപാടെടുക്കുകയും ചെയ്തു. ത്രിഭുവൻ അദ്ദേഹം 5ാമത്തെ വയസ്സിൽ രാജാവായതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ആ സമയത്ത് സ്വാഭാവികമായിട്ടും റീജൻ്റായി. പിന്നീട് അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകുമ്പോഴാണ് നേപ്പാൾ രാജാവാകുന്നത് 18ാമത്തെ വയസ്സിൽ. രാജാവാണെങ്കിലും രാജാധികാരം വളരെ പരിമിതമായിരുന്ന ഘട്ടത്തിൽ ത്രിഭുവൻ ഭരണത്തെ വെല്ലുവിളിക്കാൻ, റാണ ഭരണത്തെ, പ്രധാനമന്ത്രിമാരെ വെല്ലുവിളിക്കാൻ ഒരു തീരുമാനമെടുക്കുകയും അതിന് ഇന്ത്യ പിന്തുണ നൽകുകയും ചെയ്തു. ത്രിഭുവനും കുടുംബാംഗങ്ങളും ഇന്ത്യൻ എംബസിയിൽ അഭയം പ്രാപിച്ചു. ആ ഘട്ടത്തിൽ ഇന്ത്യ 2 പ്ലെയിനുകൾ കാഠ്മണ്ഡുവിലേക്ക് അയച്ച് ത്രിഭുവനെ ഡൽഹിയിലേക്ക് കൊണ്ടുവരികയും ജവഹർലാൽ നെഹ്റു ത്രിഭുവനെ നേരിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. അതോടുകൂടി നേപ്പാളിലെ റാണ ഭരണകൂടം പ്രതിസന്ധിയിലായി. അവരൊരു സന്ധിക്ക് നിർബന്ധിതരായി. അതേസമയം തന്നെ നേപ്പാളി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം അവിടെ അലയടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ പിന്തുണ ത്രിഭുവനാണ് താനും. ആ സമയത്ത് ത്രിഭുവനും മക്കളും എല്ലാം ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ആ സമയത്ത് 4 വയസ്സുള്ള ത്രിഭുവൻ്റെ കൊച്ചുമകൻ ഗ്യാനേന്ദ്രയെ, അവിടെ 4 വയസ്സുള്ള ഗ്യാനേന്ദ്രയെ രാജാവായി തീരുമാനിച്ചു അവിടുത്തെ റാണ ഭരണകൂടം. പക്ഷേ അത് ഫലം ചെയ്തില്ല. ത്രിഭുവൻ രാജ്യത്തിലേക്ക് തിരിച്ചെത്തിയത് വിജയിയായിട്ടാണ്. ഒരു സന്ധി ഒപ്പുവെച്ച ശേഷമാണ് തിരികെ എത്തുന്നത്. തിരികെ എത്തി പുതിയ ഭരണകൂടം, റാണ പക്ഷത്തെയും നേപ്പാളി കോൺഗ്രസിനെയും ഉൾപ്പെടുത്തി പുതിയ ഭരണകൂടം ഉണ്ടാകുന്നു. താമസം വിനാ തന്നെ റാണ ഭരണകൂടം സമ്പൂർണ്ണമായും നിഷ്കാസനം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു പുതിയ സംവിധാനം ഉണ്ടാവുകയാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ രാജാവ് ഉള്ള ജനാധിപത്യ സംവിധാനം ഉണ്ടാവുകയാണ്. നേപ്പാളി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സമാന്തരമായി ആ കാലഘട്ടത്തിൽ വികസിക്കുന്നും ഉണ്ട്. പക്ഷേ 1955 ത്രിഭുവൻ്റെ മരണത്തിന് ശേഷം മകൻ മഹേന്ദ്ര അവിടെ അധികാരത്തിൽ എത്തുകയാണ്. മഹേന്ദ്ര അധികാരത്തിലെത്തി കുറച്ചു കാലം കഴിഞ്ഞ് 1960 ഈ ജനാധിപത്യത്തെ തന്നെ പൂർണ്ണമായും അടിച്ചമർത്തുകയും അവിടെ പഞ്ചായത്ത് സിസ്റ്റം ഭരണത്തിനായി കൊണ്ടുവരികയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിരോധിച്ചു. പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയുന്നത് അസാധ്യമായി മാറി. ഈ കാലഘട്ടത്തിലാണ് ജനകീയ പ്രക്ഷോഭങ്ങൾ, തുടർന്ന് അങ്ങോട്ടുള്ള കാലത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. നേപ്പാളി കോൺഗ്രസിനും സമാനമായ നിലപാടുകളുണ്ട്. നമ്മളിപ്പോൾ കണ്ടതുപോലെയുള്ള ഒരു പ്രക്ഷോഭം പല രൂപത്തിൽ പല ഘട്ടങ്ങളിൽ നേപ്പാളിൽ ഉണ്ടാകുന്നുണ്ട്. 1970കളിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തെ, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ മുന്നേറ്റത്തെ അവിടെ അടിച്ചമർത്തുന്നുണ്ട് അന്നത്തെ മഹേന്ദ്ര രാജാവ്. മഹേന്ദ്ര കഴിഞ്ഞ് മകൻ ബീരേന്ദ്ര അധികാരത്തിലെത്തുന്നു. 1990 ആകുമ്പോഴേക്ക് ഈ പ്രക്ഷോഭങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലെത്തുകയാണ്. അതായത് നേപ്പാളി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ എന്ന പാർട്ടി വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ചേർന്ന് അതൊരു വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു വലിയ പാർട്ടിയായി മാറുകയും 1990 വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുകയും പഞ്ചായത്ത് സിസ്റ്റം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ 1990 ഘട്ടത്തിൽ ആലങ്കാരികമായി രാജാവ് ഭരണത്തലവനാണെങ്കിൽ രാജാവിൻ്റെ ഭരണമാണെങ്കിലും പാർലമെൻ്ററി ഡെമോക്രസി വന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പുകൾ വന്നു. ആധുനിക നേപ്പാളിലേക്കുള്ള പരിവർത്തനം 1990 നടന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട 2 പ്രക്ഷോഭങ്ങൾ, 1951 പ്രക്ഷോഭം എന്ന് പറയുന്നത് വളരെ ഏകപക്ഷീയമായി ഭരിച്ചുകൊണ്ടിരുന്ന റാണ ഭരണത്തെ അവസാനിപ്പിക്കാനും പരിമിതമായെങ്കിലും ജനാധിപത്യം ഉറപ്പാക്കാനുമായിരുന്നു. ആ വിപ്ലവത്തിൽ ത്രിഭുവനും കൂട്ടരും വിജയിച്ചു. അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടായി. അതിനുശേഷം ആ ഭരണ സംവിധാനം ദുഷിക്കുകയും വലിയ അടിച്ചമർത്തൽ, ജനാധിപത്യ അവകാശങ്ങൾ അടിച്ചമർത്തൽ അവിടെ ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിൽ 1990 വീണ്ടും ജനകീയ പ്രക്ഷോഭത്തിലൂടെ അവിടെ ജനാധിപത്യം ഒരർത്ഥത്തിൽ പുനഃസ്ഥാപിക്കുകയാണ് ബീരേന്ദ്ര രാജാവിൻ്റെ കാലത്ത്. അങ്ങനെ നേപ്പാളിൽ മാറി മാറി ഭരണകൂടങ്ങൾ വന്നുകൊണ്ടിരിക്കെ 2001 വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം നേപ്പാളിൽ അരങ്ങേറി. കൃത്യമായി പറഞ്ഞാൽ 2001 ജൂൺ മാസം 1-ാം തീയതി. ജൂൺ മാസം 1-ാം തീയതി വൈകുന്നേരം നേപ്പാളിലെ നാരായൺ ഹിതി കൊട്ടാരത്തിൽ ഒരു വിരുന്ന് നടക്കുകയായിരുന്നു. ബീരേന്ദ്ര രാജാവ് തൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉന്നതർക്കും വിരുന്ന് നൽകുന്ന ചടങ്ങ്. ആ ചടങ്ങിനിടെ അദ്ദേഹത്തിൻ്റെ മകൻ ദീപേന്ദ്ര ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ദീപേന്ദ്ര ആ വിരുന്നിലേക്ക് മടങ്ങി വന്നത് സൈനിക വേഷധാരിയായിട്ട്, കമാൻഡോ വേഷധാരിയായിട്ടാണ്. 2 റൈഫിളുകൾ ദീപേന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്നു. ദീപേന്ദ്ര ആ റൈഫിളുകളുമായി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ബീരേന്ദ്ര രാജാവിനെ നോക്കി ഒരു ഷോട്ട്. എഴുന്നേറ്റ ബീരേന്ദ്ര, നീ എന്താണ് ഈ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അച്ഛനെ കൊന്ന ദീപേന്ദ്ര പിന്നീട് തിരിഞ്ഞത് അമ്മയ്ക്ക് നേരെയാണ്. അമ്മയുടെ പേര് ഐശ്വര്യ എന്നാണ്. ഐശ്വര്യ രാജ്ഞിയെ ദീപേന്ദ്ര വെടിവെച്ച് വീഴ്ത്തുന്നു. 2 സഹോദരരാണ്, ഒരു സഹോദരിയും ഒരു സഹോദരനുമാണ് ഈ അടുത്ത രാജാവായ കിരീടാവകാശിയായ ദീപേന്ദ്രയ്ക്ക് ഉണ്ടായത്. ശ്രുതി, നിരഞ്ജൻ, ഒരു രാജകുമാരനും
ഒരു രാജകുമാരിയും ഇളയ സഹോദരങ്ങളാണ്. 29 വയസ്സുകാരനായ ദീപേന്ദ്ര ഷാ തൻ്റെ സ്വന്തം സഹോദരങ്ങളെ രണ്ടുപേരെയും, ശ്രുതിയെയും നിരഞ്ജനെയും വെടിവെച്ചു കൊന്നു. കൂടാതെ 5 അടുത്ത ബന്ധുക്കളെയും കൂടി വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം സ്വന്തം തലയ്ക്ക് നിറയൊഴിച്ചു. 4 ദിവസം കഴിഞ്ഞ് ജൂൺ മാസം 4-ാം തീയതി ആശുപത്രിയിൽ വെച്ച് ദീപേന്ദ്ര കൂടി അന്തരിച്ചതോടെ നേപ്പാൾ രാജകുടുംബം ഒരു ക്ലെൻസിങ്ങിന് വിധേയമായി എന്ന് പറയാം. സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും വെടിവെച്ചു കൊന്ന ദീപേന്ദ്ര രാജകുമാരൻ ആശുപത്രിയിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചു. ഈ ഘട്ടത്തിൽ ബീരേന്ദ്ര രാജാവിൻ്റെ സഹോദരൻ ഗ്യാനേന്ദ്ര അധികാരമേൽക്കുകയാണ്. ആ ഗ്യാനേന്ദ്രയാണ് നേപ്പാളിലെ അവസാനത്തെ രാജാവായി പിന്നീട് മാറുന്നത്. ഗ്യാനേന്ദ്രയെ ഓർമ്മയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ 4-ാമത്തെ വയസ്സിൽ റാണ ഭരണകൂടം രാജാവായി അവരോധിച്ച 4-ാം വയസ്സിൽ നേപ്പാളിൻ്റെ രാജാവായി കുറച്ച് ദിവസങ്ങൾ അവരോധിക്കപ്പെട്ട ഗ്യാനേന്ദ്ര വീണ്ടും രാജാവാകുന്നു 2001-ൽ. സഹോദരൻ്റെ കുടുംബത്തിലെ ഈ ദാരുണമായ സംഭവത്തോടുകൂടി അധികാരത്തിലെത്തിയ ഗ്യാനേന്ദ്ര പക്ഷേ ജനാധിപത്യ അവകാശങ്ങളോട് വലിയ സഹിഷ്ണുതയൊന്നും കാണിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തുടരെ സർക്കാരുകളെ പിരിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. ഷേർ ബഹാദൂർ ദൂബയുടെ നേപ്പാളി കോൺഗ്രസ് സർക്കാരാണ് അന്ന് അധികാരത്തിൽ. കൂടുതൽ അധികാരങ്ങൾ കവരുന്ന സമീപനത്തിലേക്ക് അദ്ദേഹം പോയി. ബീരേന്ദ്ര രാജാവിൻ്റെ സഹിഷ്ണുതാപൂർണമായ സമീപനം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളോട് പുലർത്തിയില്ല. അതോടുകൂടി വലിയ തോതിലുള്ള അമർഷം രാജ്യത്ത് തുടർന്നു. അതേസമയം തന്നെ 1990 മുതൽ മാവോയിസ്റ്റ് പ്രശ്നത്തെ നേപ്പാൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മാവോയിസ്റ്റ് ഗറില്ലകൾ നേപ്പാളിൽ അധികാരം പിടിക്കാനുള്ള സായുധ പോരാട്ടം നടത്തിവരുന്ന സമയമാണ്. അത് അതിൻ്റെ മൂർധന്യത്തിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കാതെയുള്ള കടുത്ത നടപടികളിലേക്ക് ജ്ഞാനേന്ദ്ര രാജാവ് കടക്കുകയും ഒടുവിൽ പാർലമെൻറ്റ് തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. അതായത് 1990 മുമ്പുള്ള ജനാധിപത്യം ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിലേക്ക്, അധികാര കേന്ദ്രീകരണത്തിലേക്ക് ജ്ഞാനേന്ദ്ര രാജാവ് വന്നതോടുകൂടി രാജ്യത്ത് വീണ്ടും പ്രക്ഷോഭം ഉണ്ടായി. അതേസമയത്ത് തന്നെ മാവോയിസ്റ്റുകളെ, സായുധ പോരാട്ടം നടത്തുന്ന മാവോയിസ്റ്റുകളെ ജനകീയ മുന്നണിയിലേക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ അവരെ നിരായുധീകരിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അന്നത്തെ CPM നേതാവായ സീതാറാം യെച്ചൂരി പോലും ഈ മാവോയിസ്റ്റുകളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്ന ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ 2006 ജനകീയ പ്രക്ഷോഭം വലുതാവുകയും ആ ജനകീയ പ്രക്ഷോഭത്തിന് ജ്ഞാനേന്ദ്ര രാജാവ് കീഴടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന് പാർലമെൻറ്റ് റീസ്റ്റോർ ചെയ്യേണ്ടി വന്നു. തുടർന്ന് വന്ന ഭരണഘടനാ പാർലമെൻറ്റ് തുടർന്നുള്ള വർഷങ്ങളിൽ മാവോയിസ്റ്റുകൾ കൂടി രാഷ്ട്രീയ മുഖ്യധാരയുടെ ഭാഗമായി ജ്ഞാനേന്ദ്ര രാജാവിൻ്റെ ഭരണം അവസാനിപ്പിച്ചു. മൊണാർക്കി അബോളിഷ് ചെയ്തു. രാജഭരണം തുടർന്ന് അവിടെ അബോളിഷ് ചെയ്യപ്പെട്ടു, നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു, നിരോധിക്കപ്പെട്ടു. അങ്ങനെ ഒരു രാജഭരണത്തിൽ നിന്ന്, ഹിന്ദു രാജഭരണത്തിൽ നിന്ന് ബഹുകക്ഷി ജനാധിപത്യത്തിലേക്ക്, ആ ജനാധിപത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നേപ്പാൾ കടന്നു. മാവോയിസ്റ്റ് കക്ഷി സായുധ കലാപം അവസാനിപ്പിക്കുകയും ജനാധിപത്യത്തിൽ പങ്കുചേരുകയും മാവോയിസ്റ്റ് പാർട്ടിയുടെ തലവൻ പുഷ്പകമാൽ ദഹാൽ പ്രചണ്ഡ അദ്ദേഹം പിന്നീട് നേപ്പാളിൻ്റെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും മാവോയിസ്റ്റ് പാർട്ടിയും നേപ്പാളി കോൺഗ്രസുമൊക്കെ മാറി മാറി ഭരണത്തിലെത്തുകയും മൊണാർക്കി എന്നുള്ളത് നേപ്പാളിൻ്റെ ചരിത്രമായി മാറുകയും ചെയ്തു. 2015 നേപ്പാളിന് പുതിയ ഭരണഘടനയും ഉണ്ടായി. 7 പ്രവിശ്യകളുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമായി നേപ്പാളിനെ സംവിധാനം ചെയ്യുന്ന ഭരണഘടന 2015 പുതിയ ഭരണഘടന ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ കാലത്ത് നേപ്പാളിൽ സംഭവിച്ചത് മറ്റൊന്നുകൂടിയാണ്. അഴിമതി വ്യാപകമായി, സ്വജനപക്ഷപാതിത്വം വ്യാപകമായി. അഴിമതിയിലൂടെയും സ്വജനപക്ഷപാതിത്വത്തിലൂടെയും രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും തടിച്ചു കൊഴുക്കുകയും ജനങ്ങൾ അനാഥരാവുകയും ചെയ്ത സാഹചര്യത്തിൽ രാജഭരണം തിരികെ വേണം എന്ന് ആവശ്യപ്പെടുന്ന ജനങ്ങളെ വീണ്ടും തെരുവിൽ കണ്ടു. അതാണ് നേപ്പാളിൻ്റെ ചരിത്രം. നേപ്പാൾ എന്ന് പറയുന്നത് റെമിറ്റൻസിനെയും ടൂറിസത്തെയും ആശ്രയിച്ചിരിക്കുന്ന 33% GDPയുടെ 33% പുറത്തു നിന്നുള്ള പ്രവാസികൾ അയക്കുന്ന പണമാണ്, റെമിറ്റൻസ് ആണ്. എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ എന്നതുപോലെ തന്നെ യുവാക്കൾക്ക് വലിയ പ്രാമുഖ്യമുള്ള സൊസൈറ്റിയാണ്. ജനസംഖ്യയുടെ 40% യുവാക്കളായ ഒരു രാജ്യമാണ്. അവിടെ പ്രവാസത്തിന് വലിയ റോളുണ്ട്. പക്ഷേ ആഭ്യന്തരമായി അവിടുത്തെ തൊഴിൽ സാധ്യതകൾ, തൊഴിലില്ലായ്മ വലിയ തോതിലാണ്, വിലക്കയറ്റമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ അതൃപ്തി വളരുകയും ജനാധിപത്യമുണ്ടെങ്കിലും ജനാധിപത്യത്തിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ കലാപം ചെയ്യുകയും അവിടുത്തെ ജനകീയ ഗവൺമെൻറ്റിൻ്റെ പതനം ഉറപ്പാക്കുകയും പാർലമെൻറ്റ് കത്തിക്കുകയും ചെയ്തു. അങ്ങനെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത, ജനങ്ങളുടെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത പാർലമെൻറ്റ് ജനങ്ങൾ തന്നെ തീവയ്ക്കുന്ന അഭൂതപൂർവമായ രംഗങ്ങൾക്ക് കാഠ്മണ്ഡു സാക്ഷിയായ ആഴ്ചയാണ് കടന്നു പോകുന്നത്. ഇനിയുള്ള ചോദ്യം നേപ്പാളിലെ രാജാധിപത്യം തിരിച്ചു വരുമോ എന്നുള്ളതാണ്.
2.5 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് ഷാ ഭരണകൂടത്തിന്. ആ ഷാ ഭരണകൂടത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചാണ്, ഷാ രാജവംശത്തിൻ്റെ ഭരണം, ഗൂർഖ രാജവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചാണ് 2008 നാരായൺ ഹിദി കൊട്ടാരത്തെ ഒരു മ്യൂസിയമായി പ്രഖ്യാപിച്ചത്. മ്യൂസിയമാണിപ്പോൾ നാരായൺ ഹിദി കൊട്ടാരം. അങ്ങനെ മ്യൂസിയത്തിലേക്ക് വെക്കപ്പെട്ട നേപ്പാളിൻ്റെ രാജപാരമ്പര്യം തിരിച്ചു വരുന്നതിലേക്ക് ഈ പുതിയ സംഭവ വികാസങ്ങൾ വഴിവെക്കുമോ, അതോ ജനാധിപത്യപരമായ ശുദ്ധീകരണമാണോ നടക്കുക? ജനാധിപത്യം പുഴുക്കുത്തേറ്റപ്പോൾ ജനങ്ങൾ ഇടപെടുകയും ആ പുഴുക്കുത്തേറ്റ ജനാധിപത്യത്തെ മാറ്റുകയും പുതിയ ജനാധിപത്യ മാതൃകകൾക്ക് അത് വഴിവെക്കുകയും ചെയ്താൽ ആശാവഹമാണ് നേപ്പാളിൽ നടന്ന കാര്യം എന്ന് പറയാം. പക്ഷേ മൊണാർക്കിയെ, രാജാധിപത്യത്തെ തിരികെ വയ്ക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങളുടെ അനന്തരഫലം എങ്കിൽ നേപ്പാൾ നടന്നത് പിന്നോട്ടാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ അയൽ രാജ്യമായ, നമ്മുടെ ഹിമാലയൻ അയൽ രാജ്യമായ നേപ്പാളിൽ ജനാധിപത്യമാണോ ഉണ്ടാവുക, രാജഭരണമാണോ ഉണ്ടാവുക? അതിന് വരുന്ന നാളുകൾ ഉത്തരം പറയും.